ഈ ഫ്യൂസലേജ് എന്ന് പറഞ്ഞ പരിപാടി ഈ ഡ്രോൺ വെച്ചിട്ട് ഞങ്ങൾ ഈ ക്യാമറയിലൊക്കെ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ മുകളിൽ കൂടെ ഒക്കെ കാണുന്ന നിങ്ങൾ കണ്ടു കാണും, വണ്ടി ഓടി പോകുന്ന ഷോട്ട്, അതൊക്കെ വയ്ക്കുന്ന ഒരു ക്യാമറയാണ്. ഇതുവർ ഈ രണ്ടുപേരും ചേട്ടനും അനിയനും ആങ്ങളെയും പെങ്ങളും കൂടെ ഒരു നാട്ടുമ്പുറത്ത് കയറാൻ നമ്മുടെ ഈ അവാർഡുകളെല്ലാം ശ്രദ്ധിച്ചോളുക. വളരെ സാധാരണ മനുഷ്യരാണ് വരുന്നത്, നമ്മളെപ്പോലെ തന്നെയുള്ള. ഇപ്പം നമ്മളെപ്പോലെ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം സാധാരണ മനുഷ്യരായിട്ട് കൂട്ടിയാൽ മതി, ആരും അത്രയൊക്കെ അപ്പുറം കൂട്ടണം. സാധാരണ നാട്ടുമ്പുറത്ത് നിന്ന് നമുക്ക് സാധാരണ സ്കൂളിൽ പഠിച്ച് ചെറിയ വിദ്യാഭ്യാസം ചെറിയ സ്കൂളുകളിൽ നിന്ന് പഠിച്ച് നന്നായവർ ചെറിയ സാധാരണക്കാരായ മാതാപിതാക്കൾ വളർത്തിയ മക്കളൊക്കെ തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഈ അവാർഡ് ജേതാക്കളായി വന്ന് നമ്മുടെ അഭിമാനമായി മാറുന്നത്. ഫ്യൂസലേജിൻ്റെ ഈ ചന്ദ്രശേഖരൻ ദേവിക എന്ന് പറയുന്ന കുട്ടിയെ ഇവർ രണ്ടുപേരും അറിയാം എനിക്ക് പേഴ്സണലായിട്ട്. പക്ഷേ ഈ അവാർഡിൻ്റെ കാര്യത്തിൽ എനിക്കൊരു കയ്യുമില്ല കേട്ടോ. ദേവിക, ഇവർ രണ്ടുപേരും നമ്മുടെ പുഴു എന്ന് പറഞ്ഞൊരു സിനിമയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു ദേവിക. അപ്പോൾ ദേവിക എൻ്റെ ഡയറക്ടറുടെ ബോഡി ഗാർഡായിട്ടാണ് നിൽക്കുന്നത്, എപ്പോഴും കാണാം. ഇപ്പോൾ കുട്ടി ഇവിടെ ഇല്ല, ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ പോയി യാത്രയിലാണ്. അപ്പോൾ ഈ രണ്ടുപേരും കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന നമുക്കറിയാം. അത് പക്ഷേ അതൊരു അവാർഡ് വാങ്ങുന്ന തരത്തിലേക്ക് ഇവർ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അവർക്ക് അവാർഡ് കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊരു സന്തോഷമുണ്ട്. എനിക്കറിയാവുന്ന ആളുകളാണ് രണ്ടുപേർക്കും. വളരെ വളരെ അതും സാധാരണ നാട്ടുമ്പുറത്തൊരു കൃഷിക്കാരുടെ അല്ലെങ്കിൽ കൃഷിസ്ഥലത്തോ കർഷകരായിട്ടുള്ളവരോ നാട്ടുമ്പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മക്കൾ പഠിച്ചു വളർന്ന് എല്ലാ മാതാപിതാക്കൾക്കും, നമ്മളെ മാതാപിതാക്കളെ ഈ കൂടുതൽ വിളിക്കുന്നതിന് മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ അഭിമാന നിമിഷം ഈ അവാർഡ് ജേതാക്കളെക്കാൾ. അതുകൊണ്ടാണ് അവരെ ഏറ്റവും അടുത്ത ആളുകളെ നമ്മൾ ഈ സ്റ്റേജിൽ നിന്ന് വിളിച്ച് അവരെ കൊണ്ട് സന്തോഷിപ്പിക്കുന്നത്. ഇവർക്ക് ഇത് നമ്മൾ ഒരുപാട് തരത്തിലുള്ള കാർഷിക പരിഷ്കാരങ്ങൾ ലോകത്ത് എല്ലായിടത്തും നടത്തുന്നുണ്ട്. 100-200 ഏക്കർ കൃഷി ചെയ്യാൻ 2-3 ആൾക്കാരേ ഉള്ളൂ പല സ്ഥലങ്ങളിലും. അതെല്ലാം യന്ത്രവൽകൃത കൃഷികളാണ്. നമ്മുടെ നാട്ടിലും യന്ത്രവൽക്കരണം ഒരു കാലത്ത് നമുക്കൊന്നും അത്ര തൊഴിൽ നഷ്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞ് യന്ത്രവൽക്കരണം നിഷേധിച്ച ആളുകളുണ്ടില്ലെന്നല്ല. പക്ഷേ വീണ്ടും യന്ത്രവൽക്കരണം ഉണ്ടാകുന്ന അതും ഒരു തൊഴിലായി മാറുകയും യന്ത്രം പ്രവർത്തിക്കുന്ന ഒരു തൊഴിലായി മാറുകയും അതിൽ നിന്ന് നമുക്ക് ചിലവ് കുറഞ്ഞ കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന പുതിയ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ നേരത്തെ ഇതിൻ്റെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞ ഈ പുതിയ തരം കൃഷികൾക്ക് ഒരുപാട് കൃഷി രീതികളുണ്ട്. അതിലൊരു വളരെ ശ്രദ്ധിക്കപ്പെടുന്ന കൃഷി രീതിയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ദേവികം ചന്ദ്രശേഖരനും ഈ അവാർഡ് കിട്ടിയതിൽ. കൃഷിയിടങ്ങളിൽ വളപ്രയോഗത്തിനും വിള നിരീക്ഷണത്തിനുമുള്ള ഡ്രോണുകളായിരുന്നു ഉൽപ്പന്നം. ചേർത്തല സ്വദേശികളായ 2 എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ ചേർന്ന് വികസിപ്പിച്ചെടുത്ത് വിപണിയിലെത്തിച്ച ഡ്രോണുകൾ ഇന്ന് വിജയകുതിപ്പിന്റെ ആകാശപാതകൾ താണ്ടുകയാണ്. വിദേശ രാജ്യങ്ങളിലെ ഗോതമ്പ് പാടങ്ങളിൽ ഈ മലയാളി ഡ്രോണുകൾ ഇനി മരുന്നടിക്കും. UK, കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് 25 ഓർഡറുകളാണ് ഇവർക്ക് ലഭിച്ചത്. ഒപ്പം പല രാജ്യങ്ങളിൽ നിന്നുള്ള സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ഓഫറുകളും ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരുപാട് കർഷകർക്ക് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ഒരുപാട് കർഷകരെ നമ്മളിപ്പോൾ എൻ്റർപ്രണറായിട്ട് ഈ ഡ്രോൺ ടെക്നോളജിയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേ മോഡൽ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യുവാണ് മറ്റ് ലാൻഡ്സ്കേപ്പിലേക്ക് കടക്കുമ്പോൾ. ചീഫ് ടെക്നോളജി ഓഫീസറുമായ അതുൽ ചന്ദ്രൻ എന്നിവരാണ് സാരഥികൾ.